ദി അൺസെൻസേർഡ് ഷോയിൽ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഗു എന്ന് പറയുന്ന മൂവി വിശേഷങ്ങളുമായി നിരഞ്ജ് മണിയംപിള്ള രാജു ആണ്. വെൽക്കം ടു മൈ ഷോ. ഏറ്റവും പുതിയ വിശേഷം ഗു. ആ പേര് തന്നെ ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു പേരാണ്. നമ്മൾ പെട്ടെന്ന് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സോ പറയൂ, പേര് എങ്ങനെയാണ്, സിനിമ എന്താണ്? പേര് ഈ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഗു എന്താണെന്നുള്ളത് ആൾക്കാർ. പിന്നെ ഇപ്പൊ ട്രെയിലർ കണ്ടപ്പം ആ വേർഡ് ഗുളികൻ എന്നുള്ള വാക്കുകൾ ഒരുപാട് പ്രാവശ്യം ട്രെയിലറിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടി. ഇതൊരു എന്താ പറയാ, ഫിലിം അബൌട്ട് സ്റ്റോറീസ്, ഒരു കഥകൾ കൊണ്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു എപ്പോഴും ഉള്ളത് തന്നെയാണ്. നമ്മൾ കസിൻസ് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒരു മുറിയിൽ കയറി നമ്മൾ കഥകൾ പറഞ്ഞു തുടങ്ങുമ്പം, അപ്പോൾ അങ്ങനെ ഒരു മനയിലോട്ട് ഈ ദേവുവിന്റെ ക്യാരക്ടർ, മിന്ന എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ മനയിലോട്ട് വരികയാണ്. വേറൊരു കുടുംബപരമായ ഒരു സംഭവത്തിന് വേണ്ടി ഈ വെക്കേഷൻ സമയത്ത് വരികയാണ്. അപ്പം ആ സമയത്ത് അറിയാലോ, ഇപ്പം പിള്ളേരൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയി, ഒരു വേറെ ലൈഫ് സ്റ്റൈലാണ്. അപ്പം അങ്ങനെയുള്ള പിള്ളേര് ഇവിടെ വരുമ്പം ഒബ്വിയസ്ലി ദർ ബോർഡ്. അപ്പോഴത്തേക്കും അങ്ങനെയുള്ള സമയത്ത് പല കാര്യങ്ങളും ചകഞ്ഞു പോകാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഫാമിലി തന്നെ ഈ യൂഷ്വൽ ക്ലീഷെ അവോയ്ഡ് ചെയ്ത്, ഈ മുത്തശ്ശികളാണല്ലോ യൂഷ്വലി കഥകൾ പറഞ്ഞു, അല്ലെങ്കിൽ മുത്തശ്ശന്മാരെല്ലാം കൂടെ ഈ കഥകൾ പറഞ്ഞു കൊടുക്കുമല്ലോ പിള്ളേർ, ഇങ്ങനെയൊക്കെയാണ്. അത് അവോയ്ഡ് ചെയ്തിട്ട് എൻ്റെ ക്യാരക്ടർ മിത്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഞാൻ ആയുർവേദിക് മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഞാനാണ് അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശീനെ നമ്മളങ്ങനെ നൈസായിട്ട് തട്ടിക്കളഞ്ഞു. അങ്ങനെ ഒരു മുത്തശ്ശി ഇല്ല. മുത്തശ്ശിയുടെ അവസാനമായിട്ട് കഥ കേട്ട ആളെന്നുള്ള രീതിയിൽ ഞാൻ വന്നിട്ട് ഈ പിള്ളേർക്ക് കുറെ കഥകൾ, കാരണം ഇവര് എന്തായാലും ബോർഡാണ്, അപ്പൊ അവരെ ഒന്ന് എൻഗേജ് ചെയ്തിരുത്താൻ വേണ്ടി ഞാൻ പല കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതില് പലതും പിന്നെ അതിന്റെ ഈ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ എല്ലാത്തിനും രണ്ട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. സത്യമായിരിക്കാം മറ്റത്. ലാലങ്ങളുടെ അവസാനത്തെ ഒരു ട്രെയിലറിൽ പറയുന്ന തന്നെ റിയാലിറ്റിയും ട്രൂത്തും തമ്മിലുള്ളൊരു ആ ഒരു തിൻ ലൈൻ ഉണ്ട്. അതിൽ കൂടെ ട്രാവൽ ചെയ്യുന്നൊരു പടമാണ്. അപ്പൊ എത്രമാത്രം ഫാന്റസി ഈ സിനിമയില് ഇൻവോൾവ് ആണ്? കാരണം ഈ മുത്തശ്ശി കഥ എന്നൊക്കെ പറയുമ്പോൾ ഫാന്റസി ഭയങ്കരമായിട്ട് വരുന്ന ഒരു കാര്യമാണല്ലോ. ഈ സിനിമയിൽ അങ്ങനെയാണോ, അത് കുറെ കൂടി റിയൽ ആയിട്ട് എടുത്തിരിക്കുന്നതാണോ? ഇപ്പം അങ്ങനെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടറാണ് സൈജു ചേട്ടന്റെ ക്യാരക്ടർ അതിൻ്റെ അകത്തുള്ളത്. ഈ ദേവുവിന്റെ അച്ഛനായിട്ടാണ് സൈജു ചേട്ടന്റെ ക്യാരക്ടർ. പുള്ളി സായി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സൈജു ചേട്ടന്റെ ക്യാരക്ടർ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഈ ഫാന്റസി എലിമെന്റ്സും കാര്യങ്ങളും, അപ്പം പല ആൾക്കാർക്കും പല വേർഷൻസ് ആണ് ആ ഒരു സെയിം സ്റ്റോറി. അപ്പം ആ ഒരു സംഭവം, പിന്നെ എനിക്കത് കൂടുതൽ ആ പടം കണ്ട് രസിക്കണം എന്നുള്ള ഇതുണ്ടായോണ്ട് എനിക്കൊന്നും അതൊരു എൻജോയബിൾ. അതെ, മാത്രമല്ല ട്രെയിലർ അത്രയും ട്രെൻഡിങ് ആയി പോവാണ്. അതിന്റെ താഴെ ഫുൾ കമന്റ്സ് ആണെങ്കിലും ഇങ്ങനെ എന്താ പറയണ്ടേ, അടിപൊളി സിനിമയായിരിക്കും. കാരണം അതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ മറ്റേ കട്ടക്ക് നിൽക്കുന്ന ഒരു ട്രെയിലർ, ഒരു ഫീല് നമുക്ക്. ഇത് ആക്ച്വലി തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കണം എന്നുള്ളൊരു സംഭവത്തിൽ തന്നെ ഉണ്ടായതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സാധനം. സൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും മ്യൂസിക്കിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ അങ്ങനെ ഒരു രീതി തന്നെ ഡിസൈൻ ചെയ്തെടുത്ത ഒരു പടം തന്നെയാണ്. അങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമകൾ കാണുമ്പോൾ ഒരു സൗണ്ടും ഇതും എഫക്ട്സും കാര്യങ്ങളും പരിപാടികളും, അപ്പം അങ്ങനെ ഒരു സിനിമ തന്നെയാണ്. നമ്മളിങ്ങനെ മറ്റേ ഒരു ഹൊറർ മൂവി എന്നൊക്കെ പറയുമ്പോൾ പേടി വരുമോ? എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോ ചിലര് ഞാൻ ചുത്താലും പേടിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരെ എനിക്കറിയില്ല. പേടിക്കാൻ കേൾപ്പുള്ളവർ പേടിക്കും. ആണല്ലേ? സാധാരണ ഇങ്ങനത്തെ തീം ഉള്ള സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ പൊതുവെ ആക്ടേഴ്സ് ആ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട്, അവിടെ എവിടേക്കോ അതുണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നിയിരുന്നു? പിന്നെ തീർച്ചയായിട്ടും അത് അങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിരുന്നു കുറെ. കാരണം നമ്മൾ ഷൂട്ട് ചെയ്ത പട്ടാമ്പിയിലാണ്. അപ്പൊ അവിടെ ഒരു മനയിലാണ്. ആ മനയിൽ താമസം ഇല്ലാതായിട്ട് ഒരുപാട് നാളായി. അപ്പം അവിടെ ഇങ്ങനെ ഈറി ആയിട്ടുള്ള എക്സ്പീരിയൻസുകളും, പിന്നെ അല്ലാതെ വേറൊരു സ്ഥലത്തും ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഒരു ചെറിയൊരു കുളം പോലെ ഒരു സ്ഥലത്ത് ഞാൻ മാത്രം ഇറങ്ങി നിന്ന് ഭയങ്കര ലോങ് ലെൻസ് ഒക്കെ ഇട്ട് അവർ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം. ഞാൻ അവിടെ താഴെ കുളത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, അപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി, എന്തോ ഇവിടെ ഒരു തകരാറുണ്ടല്ലോ എന്നുള്ളതൊക്കെ. ഷോട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഷൂട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തേട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ സത്യം പറയാം, അവിടെ വെള്ളം കുറച്ചേ ഉള്ളൂ. ആ കുളത്തിൽ ആരും അങ്ങനെ പോവാറില്ല, കുളിക്കാറില്ല. കാരണം 2 പിള്ളേർ അവിടെ വീണ് മരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് നേരത്തെ പറയുന്നത്, ഇത് ഷൂട്ട് ചെയ്ത ഒരു 8:30-9 രാത്രി ആണെങ്കിൽ പോലും. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു വിയേർഡ് സെൻസേഷൻ അവിടെ. നമുക്ക് മറ്റിങ്ങനെ അത് ആ മനക്കകത്ത് ഷൂട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ഒട്ടും ലിറ്റ് അല്ല. നമ്മളിപ്പം വളരെ ഇപ്പോഴത്തെ
മോഡേൺ ടൈംസിലുള്ള വീടുകൾ പോലത്തെ അല്ലല്ലോ അന്നത്തെ. ഒന്നതിന് സ്പേസ് ഒക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, എല്ലാം കുറച്ചുകൂടെ സ്പേസ് താഴെയാണ്, ലൈറ്റുകളില്ല. അപ്പൊ അവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ പിച്ച് പിച്ച് ഡാർക്ക് ആണ്, ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള അവിടെ ഒരു മച്ചുണ്ട്. ആ മച്ചിന്റെ അകത്ത് ഒറ്റയ്ക്ക് പോകുമ്പോഴേ ചുമ്മാ ഞാൻ പറയാം ധൈര്യം ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ആ മറ്റേ പടി കയറി മേളിലെത്തുമ്പോ ഇങ്ങനെ ഫുള്ള് ഇരുട്ടും ബാക്കിൽ നിന്ന് ഇങ്ങനെ എന്തോ ഒരു ഫീലിംഗ് വരും ഇങ്ങനെ ഇവിടെ. അപ്പൊ എന്തോ എന്തോ നമ്മൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷെ എന്തോ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ, എന്തോ ഒരു വല്ലായ്മ തോന്നുമ്പോൾ നമ്മൾ നൈസായിട്ട് അങ്ങ് ഇറങ്ങും, വേണ്ടാത്ത പണിക്ക് പോകണ്ട എന്നുള്ളൊരു. അത് ശരി. അപ്പൊ ഈ പണ്ട് ഇപ്പൊ ഇതിലെ കസിൻസ് എല്ലാരും കൂടി ഒരുമിച്ച് വെക്കേഷൻ വരാന്നൊക്കെ പറയുമ്പോ പണ്ട് കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? അതായത് ഈ സമ്മർ വെക്കേഷൻ ആണല്ലോ എല്ലാ കസിൻസും ഒരുമിച്ച് വരികയൊക്കെ ചെയ്യണം. അപ്പൊ ഇതേപോലെ പ്രേതകഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. കഥകൾ അങ്ങനെ കസിൻസ് മാത്രമല്ല, നമ്മൾ ഈ ഫാമിലി ഫ്രണ്ട്സിന്റെ പിള്ളേരെല്ലാം കൂടെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാ എക്സ്പീരിയൻസ് കള്ളക്കഥകൾ. ഇപ്പൊ ഞാനും ഗോകുലും സുരേഷ് കുമാറിലും പുള്ളീനെ അവൻ ഭയങ്കര ഈസിലി പേടിക്കുന്ന കൂട്ടത്തിലാണ് പണ്ട്. അപ്പൊ ഞാൻ ഇല്ലാത്ത സാധനങ്ങളൊക്കെ വരും, ഇങ്ങനെ മറ്റേ സാധനമുണ്ട് മോൺസ്റ്റർ ശരിക്കും വരും അങ്ങനെ. അവ അതെല്ലാം ആ സമയത്ത് കുട്ടിക്കാലത്ത് അതെല്ലാം വിശ്വസിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുന്നതാണ്. ഈ സിനിമയിലും അത് കറക്റ്റായിട്ട് എനിക്ക് മാച്ച് ചെയ്യുന്ന ക്യാരക്ടറായി, പറഞ്ഞു പറ്റിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പറഞ്ഞു പറ്റിക്കുന്നത് പലതുമായിട്ട് മാറുകയും ചെയ്യും, ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിന്റെ പ്രൊഡ്യൂസർ അച്ഛൻ തന്നെയാണ്. അപ്പം അച്ഛൻ പ്രൊഡ്യൂസർ ആകുമ്പോ ശരിക്കും അത് വളരെ എളുപ്പമായിരുന്നോ അതോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഠിനമായിരുന്നോ? ഇല്ലില്ല, നമ്മുടെ ഇപ്പം ഈ കഥ ആദ്യം കേട്ടത് ഞാനാണ്. അപ്പം ഞാനാണ് പറഞ്ഞത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്കിത്. ഇപ്പം ദേവുവാണ് മെയിൻ ചെയ്തിരിക്കുന്നത്, സൈചേട്ടനാണ് അച്ഛനായിട്ട്. അപ്പൊ ഇങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഫുൾ പിള്ളേരും അങ്ങനെ ഫാമിലി നേഴ്സ്. അപ്പത്തേക്കും എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരാളുള്ളൂ, ഞാൻ മാത്രം ഇങ്ങനെ നിന്നിട്ടുള്ളൊരു കുറച്ച് തമാശകളും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ അച്ഛനായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അച്ഛൻ ഏറ്റവും നല്ല ഭക്ഷണം എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുള്ള സെറ്റുകളിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് കഴിക്കുന്നത് അച്ഛൻ്റെ സെറ്റിലെ ഫുഡ് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല എക്സ്പീരിയൻസ്. ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് ഈ പ്രൊഡക്ഷൻ ഫുഡ് എന്ന് പറയുന്നത്. അതായത് പണ്ടത്തെ ആക്ടേഴ്സ് ആണെങ്കിൽ അവരുടെയൊക്കെ ഇങ്ങനത്തെ ഇന്റർവ്യൂസ് കാണുമ്പോൾ അവർ പറയും ഒരു തവണ പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആ സിനിമ. പ്രൊഡക്ഷൻ ഫുഡ് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കും, കഴിക്കാനേ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് നമ്മുടെ വീട്ടിലെ ഫുഡ് മിസ് ചെയ്യും. കാരണം ഇത് എന്നും രാത്രി ചപ്പാത്തിയും എന്നും രാത്രി ഇതൊക്കെ തന്നെയാണ്. രാവിലെ മാത്രമാണ് കുറച്ച് വ്യത്യാസത്തിൽ ഇഡലിയോ ദോശയോ പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അല്ലാതെ ഉച്ചയ്ക്കും സെയിം, രാത്രി സെയിം സാധനം. കുറച്ച് മറ്റേ ബോയിൽ വെജിറ്റബിൾസ് വയ്ക്കും, ഒരു തട്ടിൽ 2 പീസ് ചിക്കൻ കാണും, അങ്ങനെ സെയിം. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും രാത്രി പോകുമ്പോൾ പക്ഷേ കഴിക്കും, ചിലപ്പോൾ എങ്ങനെയെങ്കിലും വ്യത്യാസമുള്ള സാധനങ്ങൾ കഴിക്കുമല്ലോ. ഇതിന് അങ്ങനെ ഒരു അച്ഛൻ്റെ സെറ്റിൽ പക്ഷേ എല്ലാ ദിവസവും വ്യത്യാസമാണ്, എല്ലാ ദിവസവും ഡിഫറെന്റ് സാധനങ്ങളാണ്. അത് ഭയങ്കര എക്സൈറ്റിംഗ്. ഇന്ന് എന്തായിരിക്കും കാത്തിരിക്കാം. ലൈവായിട്ട് ദോശ, മറ്റേ എഗ് ദോശ, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഭയങ്കരമായിട്ട് ഫുഡ് ചെയ്യും. മറ്റിടത്തൊക്കെ പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മള് പ്രൊഡക്ഷനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ തന്നെ വെളിയിൽ നിന്ന് സ്വിഗ്ഗി വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുക, എവിടെയും പോയി കഴിക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ ഈ കഥകൾ കേൾക്കുമ്പം വീട്ടില് പറയുമ്പം ഇങ്ങനത്തെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, ആ വീട്ടിൽ അങ്ങനത്തെ ഒരു ഡിസ്കഷനോ അങ്ങനെയൊക്കെ പൊതുവെ ചെയ്യാറുണ്ടോ? ഡിസ്കഷൻ തീർച്ചയായിട്ടും പണ്ടോട്ടേ ഉണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പും എല്ലാം അച്ഛനുമായിട്ടും നമ്മളെല്ലാ കാര്യങ്ങളും, എല്ലാ പടങ്ങളും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്. ഭയങ്കര ഹാർഡ് കോർ ഡിസ്കഷൻ ഇല്ല, പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ശരി. അപ്പൊ ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞ കേട്ടിട്ടുണ്ട് അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആണ് നിരഞ്ജ് എന്നുള്ളത്. അപ്പം അമ്മ തന്നെയാണോ ഏറ്റവും വലിയ ക്രിട്ടിക്കും? അമ്മ ക്രിട്ടിക്കല്ല, അമ്മ ആക്ച്വലി ഭയങ്കര സപ്പോർട്ടും. അമ്മയ്ക്കാണ് ഏറ്റവും ആഗ്രഹം ഞാൻ ഒരു നല്ല വലിയ നടനായിട്ട് കാണണമെന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹം അമ്മയ്ക്കാണ്, എല്ലാവരെയും കാട്ടി. അപ്പം അതാണ് അമ്മയാണ് ഏറ്റവും ബിഗസ്റ്റ് സപ്പോർട്ടർ എന്ന് വേണമെങ്കിൽ അങ്ങനത്തെ രീതി. കാരണം ഒട്ടും ക്രിട്ടിസൈസ് ചെയ്യാതെ ഇങ്ങനെ മകൻ നന്നായി വരണമെന്നുള്ള അങ്ങനെയൊക്കെയുള്ള അമ്മയാണ്. അപ്പം അച്ഛനാണോ അപ്പം ഏറ്റവും കൂടുതൽ പറയുന്നത്, അതായത് നീ അത് ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ സജഷൻസ്? അച്ഛൻ പറയും, അച്ഛൻ എപ്പോഴും പറയും. അച്ഛൻ എല്ലാ ആക്ടേഴ്സിനെയും ഇപ്പം വളർന്നു വരുന്ന ഇവിടുത്തെ ആക്ടേഴ്സിനെ എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. കണ്ട അത് ഒരു ചെയ്യുന്ന സാധനങ്ങൾ കണ്ട അതൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ അടുത്ത് അങ്ങനെ തുറന്നു പറയില്ല. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില പടങ്ങൾ ഇപ്പം ഞാൻ അങ്ങനെ ഭയങ്കര ഫിലിമോഗ്രഫി അല്ലല്ലോ എൻ്റെ, ഉള്ള ചെറിയ ചെറിയ സാധനങ്ങളിൽ നിന്ന് അച്ഛന് ചെറുതായിട്ട് ഹാപ്പി ആവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു ചിലപ്പം ഫ്യൂച്ചറിൽ പറയായിരിക്കും. അത് പണ്ട് മുതലേ ഈ ഒരു സിനിമയോട് അച്ഛൻ ഓൾറെഡി ഇതിലുള്ളത് കൊണ്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതാണോ അതോ പെട്ടെന്ന് സിനിമയിലേക്ക് വന്ന ഒരാളാണോ? അല്ല, എനിക്ക് പണ്ടോട്ട് എനിക്കൊന്നൊരു ഞാൻ കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആവുന്നവരെ പീഡിയാട്രിഷ്യൻ ആവണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് വാക്ക് കേട്ടപ്പോൾ കൊള്ളാം, രസമുണ്ട്, പിന്നെ പിള്ളേരെ അങ്ങനത്തെ ഡോക്ടർ ആക്കൊള്ളാം. പക്ഷെ അതെല്ലാം ഒരു പ്രത്യേകം മനസ്സിലാവുന്നത് നല്ലൊരു പഠിച്ചാലേ ഇതൊക്കെ ആവുള്ളൂ എന്നുള്ള ഒരു ബോധം വരുമ്പോഴത്തേക്കും
നമ്മളത് വിടും. പിന്നെ എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടനാണ് ആക്ച്വലി ഒരുപാട് സിനിമകൾ, ചേട്ടൻ എഞ്ചിനീയറാണ്, പക്ഷെ പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് സിനിമകൾ കാണുന്ന ഇപ്പോഴും. അപ്പോൾ അന്ന് കണ്ടു തുടങ്ങുമ്പോൾ ഞാൻ എന്നെ കൂടെ ഇരുത്തി എല്ലാ പടങ്ങളും കാണി. അപ്പോൾ ഞാൻ എല്ലാ സിനിമകളും ഇരുന്ന് കാണും. അങ്ങനെ ഇരുന്ന് കുറേ പടങ്ങൾ കാണുമ്പോൾ എനിക്കത് ഭയങ്കര, പിന്നെ അതിനോട് ഭയങ്കര പാഷനായിട്ട് അഭിനയിക്കണം, സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹം അന്ന് തൊട്ടേ ഉണ്ട്. അപ്പം അച്ഛൻ അന്ന് പടങ്ങൾ, അന്ന് ചോട്ടാ മുംബൈയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അപ്പോഴും ഞാൻ റോളൊക്കെ ചോദിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ അന്ന് ഞാൻ മറ്റേ മങ്കി ക്രോപ്പൊക്കെ അടിച്ച് ചെറിയ മങ്കി ലുക്കൊക്കെ, അതുകൊണ്ട് അപ്പൊ എന്നെ അങ്ങനെ കസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പടം സ്കൂൾ കഴിഞ്ഞ സമയത്താണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കോളേജിലോട്ട് പഠിക്കാൻ പോയി, മാസ്റ്റേഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ബോബി എന്ന് പറഞ്ഞ പടം ഫസ്റ്റ് പടം. അതെ. അപ്പൊ ഈ മണിയംപിള്ള രാജുവിന്റെ മകൻ എന്നുള്ളത് ഇപ്പൊ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു ടാഗ് എത്രമാത്രം പ്രഷർ നൽകിയിട്ടുണ്ട്, അതായത് ഇപ്പൊ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ വന്നു കഴിഞ്ഞിട്ടും? എനിക്ക് അങ്ങനെ പ്രഷർ അപ്പോഴും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ലായിരുന്നു. കാരണം എനിക്ക് ഇനി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആ പൊട്ടൻഷ്യലിനെ പറ്റി മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ എനിക്ക് സിനിമ തീർച്ചയായിട്ടും നല്ല ബന്ധങ്ങളുടെയും കൂടെ ഒരു സംഭവം കൂടെ ആണെങ്കിൽ പോലും ഞാൻ തനിയെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ അച്ഛന്റെ പേര് പറഞ്ഞ മണിമരാജൻ പറഞ്ഞാൽ കൊള്ളാം, അച്ഛന് ഇഷ്ടമാണ്, ഓക്കെ, അത്രേ ഉള്ളൂ, അവിടെ തീരും. നമ്മളപ്പോ പിന്നെ പ്രൂവ് ചെയ്യണം. നമ്മൾ അവിടെ ചെന്ന് ഞാൻ എല്ലായിടത്തും ചാൻസ് ചോദിക്കും, ഞാൻ എല്ലാവർക്കും മെസ്സേജ് കഴിക്കും, ചാൻസ് ചോദിക്കും, പോയ ഒരു വാക്ക് അല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള ഗുണങ്ങളും ഇപ്പൊ ഉണ്ടായി വരുന്നുണ്ട് ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് പക്ഷെ അങ്ങനെ ആ ഒരു പ്രഷർ ഇല്ല. എനിക്ക് നന്നായിട്ട് ചെയ്യണം, ആൾക്കാർക്ക് എൻ്റെ പെർഫോമൻസുകളൊക്കെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമുക്കൊരു നല്ല സിനിമ അല്ലെങ്കിൽ നല്ല ഡയറക്ടറോടെ കിട്ടിയാലേ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു മോശം സിനിമയിൽ എത്ര നന്നായിട്ട് അഭിനയിച്ചാലും എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്താലും അതൊരു മോശം സാധനത്തിലോട്ടേ പോവുള്ളൂ. റിവ്യൂകള് കേൾക്കുന്നത് അത് ജസ്റ്റിഫൈഡ് ആണ്, കേൾക്കണം. പക്ഷെ അപ്പൊ എന്റെ പ്രഷർ മൊത്തം അതാണ്, നല്ല സാധനങ്ങളിൽ ചെന്ന് പെടുക എന്നുള്ള സംഭവങ്ങൾ. ചെറിയ റോളാണെങ്കിൽ പോലും അതിൽ ചെന്ന് പെട്ടാൽ മതി. അതെ, തീർച്ചയായിട്ടും. ഈ സിനിമയിലുള്ള സൗഹൃദം പറയുമ്പം അച്ഛന് ഇതുപോലെ വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ. അപ്പം ആ കാലത്ത് തന്നെ ഇപ്പം മമ്മൂക്കിയായിട്ട് വളരെ ക്ലോസ് ആണ് എന്നുള്ളത് നമുക്കറിയാം, ഐ മീൻ ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ചെറുപ്പത്തിൽ ഇപ്പൊ DQ, നിരഞ്ജ്, അങ്ങനെ നിങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നോ ആ ചെറുപ്പകാലത്ത്? അങ്ങനൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ വളരെ ഡിസ്റ്റന്റ്. എനിക്കും ഭയങ്കര വണ്ടിപ്രാന്ത് ഉണ്ട്, എനിക്കും ബ്രദറിനും ഭയങ്കര വണ്ടിപ്രാന്തുണ്ട്. അപ്പം എനിക്കൊന്ന് ദുൽഖർ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പോലും ഇവിടെ ഒരു എറണാകുളത്തൊരു നമ്മുടെ കുഞ്ചനങ്ങളുടെ ഒരു ശോഭാന്റിയുടെ പാർലർ തുടങ്ങുന്ന സമയത്ത് ആണ് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് പുള്ളി ഭയങ്കര മുടി പറ്റ വെട്ടി ഒരു ലോറയിലാണ് വന്നത്, സ്കോഡ ലോറ. അതൊക്കെയാണ് ഞാൻ ലോറ വാ അന്നൊക്കെ നമ്മൾ വണ്ടി ഏതാണ്. എന്നിട്ട് ഞാനന്ന് എൻ്റെ ഫോട്ടോ ഉണ്ട്, ദൈവം അത് കണ്ട വെള്ളം കുടിക്കില്ല, അങ്ങനത്തെ ഒരു ഫോട്ടോ. ഒരു ഇത്ര ഉള്ള കൈയൊക്കെ, ഇത്ര ഉള്ള കൈയും വലിയ ഷർട്ടും ഇങ്ങനെ നിൽക്കുന്നതാണ്. അതും ഇങ്ങനെ ഇതുപോലെ മുടി അമ്മ ഇങ്ങനെ മഷ്റൂം കട്ട് കടി കുളവാക്കിയൊരു സംഭവം. അയ്യോ അത് കാണണം. അങ്ങനെ ഒരു രൂപത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ദുൽഖർ ചേട്ടാ എന്റെ ചേട്ടൻ്റെ അടുത്ത് എന്തോ സംസാരിക്കുന്നു, ചേട്ടനും ഇങ്ങനെ നിൽപ്പുണ്ട്. ചേട്ടനെ കാണാൻ അതുപോലെയൊക്കെ തന്നെ വലിയ ഞങ്ങളുടെ പൊക്കമുണ്ടെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അന്ന് കണ്ടു, പക്ഷെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. എനിക്കൊന്ന് പുള്ളിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ഒരു വീട്ടിൽ പോയപ്പോൾ എന്തോ ഒരു കാറിന്റെ കാര്യം പറഞ്ഞ എന്തോ ഒരു വാക്കെന്തോ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ഉണ്ടാവുന്നത് നമ്മളൊരു ആഡ് ചെയ്തു. ആ ആഡിൽ ഞാൻ ഉണ്ട്, ഒരു AC-യുടെ ആഡ്, ആംസ്റ്റർഡം എന്ന കമ്പനിയുടെ ആഡ് ചെയ്തപ്പോൾ അപ്പോഴാണ് കുറച്ചെങ്കിലും സംസാരിച്ചത്. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. അത്രേ ഉള്ളൂ. അത് അങ്ങനെയാണ്. അല്ലാതെ അങ്ങനെ ഒരു ബന്ധമില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ സിനിമയിൽ നിന്നുള്ള ആക്ടേഴ്സിന്റെ മക്കളുമായിട്ട് അവിടെ ഗോകുൽ മാത്രമാണ് നമ്മൾ സെയിം സ്കൂൾ, അങ്ങനത്തെ പരിപാടികളില്ല. അല്ലാതെ വേറെ ബന്ധമില്ല. അപ്പം പൊതുവെ ഇങ്ങനെ ഈ നെപ്പോട്ടിസം അല്ലെങ്കിൽ നെപ്പോ കിഡ്സിനെല്ലാം ഈസിയാണ് എന്ന് പറയുന്ന ഒരു പറച്ചിൽ പൊതുവെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പം അതിൽ എത്രമാത്രം അങ്ങനെ പറയുന്ന ആളുകളോട് എന്താണ് നിരഞ്ജന പറയാനുള്ളത്? അല്ല, അവർ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം നമുക്കാണ് കൂടുതൽ കോണ്ടാക്ട്സും എല്ലാം ഉണ്ട്. അതെങ്ങനെ വിനിയോഗിക്കണം, അല്ലെങ്കിൽ അതിന് നമ്മുടെ അച്ഛന്മാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് വേറെ കാര്യം. ചിലപ്പം എൻ്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് സിനിമ വന്നത്. നമുക്ക് അത്രയും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. കാരണം അച്ഛൻ മണിയംപിള്ള രാജു ആയതുകൊണ്ട് അത്രയും പാട് വന്നിട്ടില്ല. നമ്മൾ വന്ന പ്രോജക്ട്സുകൾ ചെറുതായിരിക്കാം, പക്ഷെ ആ ഒരു എൻട്രി അതൊരു ഈസി ആയിട്ടുള്ള എൻട്രി ആണല്ലോ കമ്പാരിറ്റീവ്ലി. വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഓഡിഷൻ ചെയ്തും അവർക്ക് ആ എക്സ്പോഷർ ഇല്ലാതെ ഔട്ട് ഓഫ് ദ ബ്ലൂ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ വന്ന്
അവരുടെ ഫേസ് ആദ്യമായിട്ട് കാണുന്നു, അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അവർ വന്ന് അങ്ങനെ സിനിമയിൽ കയറുന്നതല്ല. അപ്പൊ അവർക്കാണ് കൂടുതൽ പാട്. നമ്മുടെ എന്ന് പറയുമ്പം എനിക്ക് ചിലപ്പോൾ കുറച്ച് തെറിവിൾ കേൾക്കാൻ കുറച്ച് കൂടുതൽ ചാൻസ് ആയി. ഇതിനൊക്കെ എന്ത് സിനിമയിൽ എന്നുള്ള രീതിയിലുള്ള അത് നമ്മൾ കേൾക്കണം, കേട്ടേ പറ്റും. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് അങ്ങനെയാണ്. അപ്പം നമ്മൾ കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇത് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. നെപ്പോട്ടിസം എന്നുള്ള സാധനം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മറ്റേ ഒരു നല്ല മറ്റേ കിട്ടില്ല പ്രോജക്റ്റുകളിലോട്ട് എത്തേണ്ട വന്നത് ഞാൻ തനിയെ കുറച്ച് ഇങ്ങനെ മെസ്സേജ് ഞാൻ പറഞ്ഞില്ല, ഈ മെസ്സേജ് ചോദിച്ചും തെണ്ടിയൊക്കെയാണ് കയറേണ്ടി വന്നിട്ടുള്ളത്. ഹാർഡ് വർക്ക് ശരിക്കും ഏതിലാണെങ്കിലും സെയിം ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് പിന്നെ അതിൽ വന്നിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളത്, അങ്ങനെ വന്നിട്ടും എന്താ പറയാ, അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇതെല്ലാം ഓഡിയൻസിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അല്ല നമ്മൾ എത്ര വലിയ സാറിന് പോകാനാണ് ആൾക്കാർ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് ഒരു മെയിൻ പോയിന്റ്. അതെ, ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്ക ഞെട്ടിപ്പോയിട്ടുണ്ട് ദുൽഖർ സിനിമയിലേക്ക് വന്നു അല്ലെങ്കിൽ അവൻ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ. കാരണം അങ്ങനെ അധികം മിണ്ടാത്തൊരു ആളാണെന്നുള്ളത്. ഇപ്പം നിരഞ്ജ് ഇതുപോലെ ഒരു സിനിമയിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിച്ചപ്പോ അച്ഛൻ ഇതേപോലെ ഞെട്ടിയിട്ടുണ്ടോ? അത് അച്ഛൻ അച്ഛന് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അല്ലേ ഒരു ആരെങ്കിലും ഫസ്റ്റ് ഡേ പറഞ്ഞ പടം എന്റെ പടം കാണാൻ പോയിരുന്നു. പക്ഷെ അങ്ങനെ ഞെട്ടലൊന്നും ഇല്ല. അച്ഛനറിയാം ഇപ്പൊ നന്നായി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പണ്ട് തൊട്ടേ. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് എങ്ങനെ കഷ്ടപ്പെടും, ആ സ്ട്രഗിളുകൾ മനസ്സിലാവണം, ആ ഫെയിലിയേഴ്സ് മനസ്സിലാവണം. നമ്മൾ ആരെയും വി ഷുഡന്റ് ടേക്ക് എനിവൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ളൊരു സാധനമുണ്ട്. എല്ലാ ചെറിയ സക്സസ്സുകൾ പോലും, ചെറിയ സാധനങ്ങൾ പോലും ഭയങ്കര നമ്മളതിനെ എന്താ പറയാ സാധുവായിട്ട് കാണാതെ നമ്മൾ അതിനെ എന്താ എങ്ങനെയാണ് പറയുന്നത്, ആ വാക്കാണ് കിട്ടാത്തത്, റെസ്പെക്റ്റോടെ കാണണം നമ്മൾ എന്തിനും. ആ ഒരു വർക്കിംഗ് കൾച്ചർ ആണെങ്കിലും എല്ലാത്തിനും ആ ഡിസിപ്ലിൻ, ആ സാധനങ്ങളൊക്കെയാണ് അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംഭവം. അതൊക്കെയാണ് ഞാനും ഇംബൈബ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ അത്രയും അച്ഛനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നിരഞ്ജന ലൈഫിൽ, അച്ഛൻ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടെന്ന് ചോദിച്ചാൽ മേ ബി ഇതായിരിക്കാം. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ ഒരു ഡിസിപ്ലിനും വർക്കിനോടുള്ള വർക്ക് എത്തിക്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സമയം പാലിക്കുന്നതും അതൊക്കെയാണ് പഠിച്ചത്. ഇപ്പം നിരഞ്ജന ഇൻസ്റ്റാ പേജ് നോക്കിയപ്പോ ഈ പറഞ്ഞ പോലെ ആക്ടർ എന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കാർ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോ അതും എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രീമർ എന്ന് പറയുന്ന ഒരു വാക്കുകൂടി ഇൻസ്റ്റാ പ്രൊഫൈലിലുണ്ട്. അപ്പം സ്വപ്നങ്ങള് എങ്ങനെയാണ്, സ്വപ്നങ്ങളും നിരഞ്ജനും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമോ? സ്വപ്നങ്ങൾ നമ്മൾ എന്നും ഈ സ്വപ്നങ്ങളുടെ പുറകെയുള്ള ഓട്ടം ആണല്ലോ. ഈ സ്വപ്നങ്ങളാണ് വാട്ട് കീപ്സ് ഗോയിങ്. ഇതൊക്കെ അച്ചീവ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എപ്പോഴെങ്കിലും എല്ലാ കാര്യത്തിലാണ് സിനിമ. ആ ഒരു അതാണ് ഡ്രീമർ എന്നുള്ള. ഈ സ്വപ്നങ്ങളില്ലാതെ എന്ത് ജീവിതം, അതാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം സിനിമയിലായാലും നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ, ആ പോയിന്റിൽ എത്തുമ്പോൾ ചിലപ്പം അടുത്ത സ്വപ്നങ്ങളിലോട്ട്. അതെ, ചെറുപ്പം മുതലേ അപ്പം സ്വപ്നത്തിൽ ജീവിക്കുന്ന ഒരാള്. അങ്ങനെ സ്വപ്നയില് റിയാലിറ്റിയിലും ഉണ്ട് ആള്, പക്ഷെ നമ്മള് കാണാറുണ്ട്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുമല്ലോ. അപ്പം മാനിഫെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അതിലോട്ട് എത്തും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്, അതേപോലെ തന്നെ ഇപ്പം അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു പേര് ഇപ്പം അമ്പൻ ട്രെൻഡിങ് ആണ്. നമ്മളെല്ലാരും മേ ബി കുറെ ആളുകൾ ശ്രദ്ധിച്ചത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് വന്നിട്ടായിരിക്കും. പക്ഷെ അതിനുശേഷം എല്ലാരും പറയുന്നൊരു സംഭവം, എല്ലാം കറക്റ്റ് ആയിട്ട് മുഖത്ത് നോക്കി പറയാൻ പേടിയില്ല, അങ്ങനത്തെ ഒക്കെ ഒരു അഖിൽ മാരാർ നമ്മൾ ബിഗ് ബോസ് ഷോയിൽ കണ്ടു, ഇന്റർവ്യൂസിൽ കാണുന്നു. അപ്പം ആസ് എ ഡയറക്ടർ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണെന്നുള്ളത്, പുള്ളിക്ക് ആ പടം ക്ലിയർ കട്ടായിട്ട് ഇത് തന്നെയാണ് ആ പടം. അതിൻ്റെ അകത്ത് ഇനിയിപ്പം എന്ത് കമന്റുകൾ വന്നാലും, നല്ലതാണെങ്കിലും ചെയ്താണെങ്കിലും ഇത് തന്നെയാണ് ഈ സിനിമ. അപ്പൊ എനിക്ക് അതിൽ അങ്ങനത്തെ ഒരു സെൻസർ ഇല്ലാത്തുള്ള രീതിയിൽ, കാരണം എല്ലാവരെയും എടുത്ത് മാക്സിമം കളിയാക്കി വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പൊ ആ വിഷനോടെ മുന്നോട്ട് പോയ ഡയറക്ടറാണ്. അപ്പൊ പുള്ളിക്ക് അത് തന്നെയാണ് വേണ്ടെന്നുള്ളൊരു സംഭവം. അത് പല ആൾക്കാർക്ക് പല ഒപ്പീനിയനാണ്. ചില ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം ആസ് എ ഡയറക്ടർ പുള്ളി അങ്ങനെയാണ്, പുള്ളിയുടെ ആ വിഷന് പുള്ളി ചേസ് ചെയ്തു, അത്രയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ പോലെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് മുഖത്ത് നോക്കി പറയുന്ന ഒരു ആൾ തന്നെയാണ് സെറ്റിലും. അതായത് ഇപ്പൊ സീൻ ശരിയായില്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് തന്നെ. പുള്ളി പിന്നെ കിട്ടേണ്ടത് കിട്ടണം എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു പുള്ളി. ഓക്കെ, അപ്പം ആ ഒരു സിനിമയുടെ എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാനുണ്ടോ? ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ അത് കഴിഞ്ഞിട്ടുള്ള പിന്നുള്ള പ്രോജക്ട്സുകൾ ഇങ്ങനെ. അതെ, പിന്നെ ഫുള്ള് കുറെ സിനിമകൾ ചെയ്തല്ലോ. അപ്പം തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിയർ വാപ്പി ചെയ്തു, മന്ദിര മനോരമ ചെയ്തു.
ഇപ്പൊ ഈ ഗു എന്ന സിനിമയിലേക്ക് വരുമ്പം ഇതില് പാട്ടുകളുണ്ടോ? പാട്ടിന്റെ അതിനെ പറ്റി ഒന്ന് പറയോ? പാട്ടുകളുണ്ട്. ഇതിന്റെ അത് ജോണത്തൻ ബ്രൂസ് എന്നാണ് പുള്ളിയുടെ പേര്, മ്യൂസിക് ഡയറക്ടറിന്റെ പേര്. അപ്പം സൗണ്ടിനും മ്യൂസിക്കിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്ത് തന്നെ, ഞാൻ പറഞ്ഞില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള സാധനം പുള്ളി കലക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു എഫക്ട്സും പരിപാടികളും പടം കണ്ടു കഴിഞ്ഞാലും ആ മ്യൂസിക്കിന്റെ സാധനം മനസ്സിൽ നിൽക്കും. പിന്നെ ദേവ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഒരു പാട്ട് പാടിയിട്ടുണ്ട് ആദ്യമായിട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭയങ്കര രസമായിട്ട് ഉള്ള, പക്ഷേ ആ ദേവിന്റെ സോങ് അല്ലാതെ ബാക്കി സോങ്സ് എല്ലാം വേറൊരു ഫ്ലേവർ ആണ് സാധനം. ഓക്കെ. അപ്പം എന്താ പറയാ, ഗു എന്ന് പറയുന്ന സിനിമയെ പറ്റി നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഈ വരുന്ന May 17 പടം റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഒരു തിയേറ്ററിൽ ഈ വെക്കേഷൻ സമയത്ത് പിള്ളേരുമായിട്ട്, ഫാമിലി ഓഡിയൻസിന് എസ്പെഷ്യലി അങ്ങനെ പോയി കണ്ട് വേറൊരു കാര്യം വേറൊരു വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. യെസ്. അപ്പം എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊജക്റ്റുകൾ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവ വിവരണം 4 സംഘം എന്ന് പറഞ്ഞ സോണി ലിവിന്റെ കൃഷാന്ത് ഏട്ടന്റെ സീരീസാണ്. കൃഷാന്ത് ഏട്ടനാണ് പുരുഷപ്രേതം ആവാസവ്യൂഹം. അപ്പം അതിന്റെ ഡയറക്ടറിന്റെ ഈ 4 സംഘത്തിലെ ഒരാൾ ഞാനാണ്. അപ്പം അതിന്റെ ഷൂട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 മാസമായി, ഇപ്പൊ തീരാറായി. അതും ഒരു ഗംഭീര സാധനമായിരിക്കും. യെസ്. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ടും ഇനി അടുത്ത ഇന്റർവ്യൂ നമുക്ക് കാണാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും നല്ല നല്ല റോളുകൾ തേടി എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.